മനുഷ്യരെ അവരുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കുക എന്നതാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് പഠിപ്പിച്ച വലിയ ഒരു പാഠം. മനുഷ്യരെ അവരുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കാൻ വലിയ മനസ്സുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് എന്നതാണ്. വമാ യസാലൂന മുഖ്തലിഫീൻ. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും ചിന്ത വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യൻ്റെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും ഒരു കാര്യത്തെ കാണുന്ന രീതി വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യൻ്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യൻ്റെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ഇത് സമ്മതിച്ച് തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുന്നതോടുകൂടി വലിയ ഒരു മാനസികാരോഗ്യത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും എന്നതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. അസൂയയും കുശുമ്പും പകയും പോരും വൈരാഗ്യവും ഒക്കെയുള്ള മനസ്സ് രോഗാതുരമായ മനസ്സാണ്. ആ മനസ്സ് ആരോഗ്യമുള്ള മനസ്സല്ല. അതുകൊണ്ടാണ് ഖുർആൻ രോഗമെന്ന് 13 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഈ 13 സ്ഥലങ്ങളിലും ഖുർആൻ പറഞ്ഞത് ഒരൊറ്റ രോഗത്തെക്കുറിച്ചാണ്. ആ രോഗം കണ്ണിൻ്റെ രോഗമല്ല, കാതിൻ്റെ രോഗമല്ല, കൈകാലുകളുടെ രോഗമല്ല. ആ രോഗം ഹൃദയത്തിൻ്റെ രോഗമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളാണ്. അതാണ് അസൂയയായും പകയായും വിദ്വേഷമായും പോരായും ഒക്കെ വളരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ഹൃദയത്തിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഇത് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നു. പക്ഷേ അവിടെ പഠിപ്പിക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യം, എങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ മുകളിലാണ് റസൂലുള്ള കൈവച്ചുകൊണ്ട് നിസ്കരിച്ചത് എന്നതാണ്. അസൂയയോ പോരോ പകയോ വൈരാഗ്യമോ ഉള്ള ഹൃദയത്തിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് സ്നേഹഗുരുവായ തിരുനബി ഒരു റക്അത്ത് പോലും നിസ്കരിച്ചിട്ടില്ല. അപ്പം മനസ്സിൻ്റെ ഈ ഒരു ആരോഗ്യത്തിലേക്കുള്ള ഒരാളുടെ വളർച്ചയാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു മനുഷ്യനായി അയാൾ വളർത്തിയെടുക്കുന്നത്. നല്ലൊരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലൊരു മനുഷ്യനാവുക എന്നാണ്. ഒരു നല്ല മനുഷ്യനിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഒരു നല്ല മുസ്ലിമിൽ ഉണ്ടാകേണ്ടത്. ഒരു നല്ല മനുഷ്യനിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാനവികതാബോധമാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരം ആരംഭിക്കാൻ ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഖുർആൻ പറഞ്ഞ ഈ ഒരു അടിസ്ഥാനപരമായ വശം, ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ അയാളുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കാൻ കഴിയുക എന്നതാണ്. ഇപ്പം നമ്മൾ 2 ആളുകൾ ഹോട്ടലിൽ കയറിയിട്ട് പറയും, ഒരാൾ പറയും 2 ചായ എന്ന് പറയും, ആ മറ്റേ ആൾ പറയും എനിക്ക് ചായ പറ്റില്ല, ഞാൻ കാപ്പിയെ കുടിക്കാമെന്ന് പറയും. അപ്പം നമ്മൾ പറയും എന്നാൽ ഒരു ചായ ഒരു കാപ്പി എന്ന് പറയും. അതല്ലാതെ ഞാൻ ചായയാണ് കുടിക്കണത്, നീ എന്തുകൊണ്ട് ചായ കുടിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പേരിൽ യാതൊരു ബഹളം ഉണ്ടാക്കാറില്ല. കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് ചായ പറ്റുള്ളൂ, ചില ആളുകൾക്ക് കാപ്പിയെ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ചായ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്ക് ചായ ഇഷ്ടപ്പെടാത്തതും. അതിന് ജനറ്റിക്കായ കാരണങ്ങൾ പോലുമുണ്ട്, ജനിതകമായ കാരണങ്ങൾ പോലുമുണ്ട്. അപ്പോൾ ചായയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാപ്പിയുടെ കാര്യത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതേ അഭിപ്രായ വ്യത്യാസം ആ ചായ ഷാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് കയറുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്നതാണ്. ഹോട്ടലിൽ നമ്മൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ചില ആളുകൾക്ക് ചായ പറ്റുന്നു, ചില ആളുകൾക്ക് കാപ്പി പറ്റുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്നാൽ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ കയറിയാൽ നമ്മൾ മറ്റൊരാളായി മാറുന്നു. ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. നിങ്ങൾ ഇത് ആലോചിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഹോട്ടലിൽ ഒരാൾക്ക് ചായയാണ് പറ്റുന്നത്, ഒരാൾക്ക് കാപ്പിയാണ് പറ്റുന്നത്. അതിൻ്റെ പേരിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ പറയും എന്നാൽ ഒരു ചായ ഒരു കാപ്പി.
അതേ രണ്ടാളുകൾ അവരുടെ ആ ഹോട്ടലിൽ നിന്നിറങ്ങിയിട്ട് ഒരാൾ ഒരു ഓഫീസിലേക്കും മറ്റേയാൾ വേറൊരു പാർട്ടി ഓഫീസിലേക്കും കയറിയാൽ അവർക്ക് സമ്മതിക്കാൻ കഴിയില്ല ഈ കാര്യം. ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവിനെ എന്തുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്നില്ല? ഞാൻ വിശ്വസിച്ച ഒരു കാര്യം നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നീ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടാളുകൾ രണ്ട് പരിപാടി വെച്ച് പരസ്പരം തെറി പറയുന്നു, പരസ്പരം തെറി പ്രഭാഷണം നടത്തുന്നു, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, ഞാനൊരു നേതാവിനെ ഇഷ്ടപ്പെടുന്നു, എനിക്കൊരു കാര്യത്തിൽ വിശ്വാസം വരുന്നു. എന്നാൽ അതേ കാര്യം എൻ്റെ അതേ രക്തത്തിലുള്ള എൻ്റെ സഹോദരൻ ഒരുപക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണമാണ് ഖുർആൻ പറഞ്ഞത് വമാ യസാലൂന മുഖ്തലിഫീൻ, എവരി പേഴ്സൺ ഈസ് യുണീക്ക് എന്ന് പറയാം. ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനാണ്. അപ്പോൾ ആ ഓരോ മനുഷ്യൻ, ഞാൻ എന്തുകൊണ്ടാണോ എൻ്റെ രൂപത്തിൽ വ്യത്യസ്തനാകുന്നത്, ഞാൻ എന്തുകൊണ്ടാണോ എൻ്റെ രക്തത്തിൽ വ്യത്യസ്തനാകുന്നത്, കോടാനുകോടി മനുഷ്യരുടെ എല്ലാവരുടെയും മുടിനാരുകൾ കൂട്ടിച്ചേർത്തിട്ട് അതിൽ നിന്ന് എൻ്റെ മുടിനാര് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് വരെ ലോകത്തിൽ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വ്യത്യസ്തനാണ് ഓരോ മനുഷ്യനും. അപ്പോൾ രൂപത്തിലുള്ള ഈ ഒരു വ്യത്യാസം പോലെ, നമ്മുടെ രക്തത്തിലുള്ള വ്യത്യാസം പോലെ, നമ്മുടെ മുടിനാരിലുള്ള വ്യത്യാസം പോലെ നമ്മുടെ അഭിപ്രായങ്ങളിലും ഉണ്ട് വ്യത്യാസം. ഇത് ഖുർആൻ നമുക്ക് സമ്മതിച്ചു തരികയാണ്. ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ 3 വിഭാഗമുണ്ട് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലല്ല, അത് വേറെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ 3 വിഭാഗമുണ്ട് എന്ന് പറയണു. വലഖദ് ഔറസിനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരു ആവറേജ് ഭക്തിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, വളരെ നല്ല ഭക്തിയോടുകൂടി സച്ചരിതരായി ജീവിക്കുന്ന ആളുകളുമുണ്ട് എന്ന് ഖുർആൻ പറയണു. ഈ 3 ആളുകളുടെ കൂട്ടത്തിൽ ആദ്യം എണ്ണിയത് ഏറ്റവും മോശം ആളുകളെ കുറിച്ചാണ്. ലാലിമുൽ ലി നഫ്സിഹി എന്നാ പറഞ്ഞ്, അക്രമം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവരെ പുറത്തല്ല ഇരുത്തുന്നത്, ഖുർആൻ അവരെ അകത്താണ് ഇരുത്തുന്നത്. അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, അവരുടെ ജീവിതത്തിൽ പോരായ്മകളും പാളിച്ചകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ ഈ കളത്തിന് പുറത്തല്ല എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു മാനസിക വികാസമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടവും സ്നേഹവും പരസ്പരമുള്ള ആദരവും മനുഷ്യരോടും മുഴുവനുമുള്ള കാരുണ്യവും വെറുപ്പില്ലാത്തൊരു മനസ്സും അതുതന്നെയാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അയാൾക്ക് മാനസികമായ ആരോഗ്യമുണ്ടാകുന്നു, അയാൾക്ക് 2 ലോകവും ഭദ്രമാകുന്നു, അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടവും മനുഷ്യരുടെ ഇഷ്ടവും ലഭിക്കുന്നു. എല്ലാ മനുഷ്യനോടുമുള്ള സ്നേഹം, ഒരാളോടും വെറുപ്പില്ലാത്തൊരു മനസ്സ്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. എല്ലാ സ്വഹാബികളും വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സ്വർഗാവകാശിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സഹാബി ഇങ്ങനെ കടന്നു വരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം വിരുന്ന് നിർത്തിയിട്ട് ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നതിൻ്റെ കാര്യം ഇതായിരുന്നു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദേഹത്തിന് അതിരുകളില്ലാത്ത ആനന്ദമുണ്ടായി. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനാണ് ഞാൻ നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറേ ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കാരണമില്ലല്ലോ, നിങ്ങളുടെ എല്ലാവരും പോലെയുള്ളൊരു ജീവിതമാണ് എൻ്റെയും ജീവിതം എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം മടക്കി വിളിച്ചു. അദ്ദേഹം മടക്കി വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്, ചിലപ്പോൾ നിങ്ങൾക്കും അത് ഉണ്ടായേക്കാം, എനിക്ക് തോന്നാറുള്ളൊരു കാര്യം ഇതാണ്, എൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും വെറുപ്പില്ല എന്ന് പറഞ്ഞു. ഒരാളെക്കുറിച്ചും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല. ആരെങ്കിലും വല്ലതും വന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ചെവിയിലൂടെ കിട്ടും, മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടും, ഇങ്ങോട്ട് ഇറക്കൂലാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആലോചിക്കും, എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ആരോടെങ്കിലും വെറുപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ അത് പരിഹരിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. ഒരാളോടും വെറുപ്പില്ലാതെ കിടന്നുറങ്ങുകയും ഒരാളോടും വിദ്വേഷമില്ലാതെ ഉണരുകയും യാതൊരു വെറുപ്പിൻ്റെ കറയും ബാക്കിയാകാതെ ജീവിക്കുകയും ചെയ്തു എന്ന കാരണം കൊണ്ട് ആ സ്വഹാബി സ്വർഗാവകാശിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബികൾ ചോദിച്ചു, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ പൈസയുടെ അധ്വാനം പോലും ഇല്ലാത്ത, ഒരു ഊർജവും ചെലവഴിക്കേണ്ട കാര്യമില്ലാത്ത, യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു വിഷയമാണ് ആ ഒരു പാഠത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ വളർച്ചയാണ് കുടുംബജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി നിലനിർത്തുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ഏറ്റവും പ്രധാനമായ ഈ ഒരു തത്വം, എല്ലാവരെയും ആദരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ ഒരു തത്വം, വലഖദ് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ പോലും അതിലുണ്ട്. അല്ലല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വരിയുണ്ട്, എൻ്റെ ദൈവത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്, കാരണം അവനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് അവൻ നൽകിയിരിക്കുന്നു. ടാഗോറിൻ്റെ ഒരു കവിതയാണത്. അതുപോലെ ഖുർആൻ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യരായ നമ്മൾ മനുഷ്യരെ എത്ര ആദരിക്കണം? അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷയാചിച്ച് കടന്നു വന്ന ആളാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലേക്ക് ഇണയായി കടന്നു വന്ന പെൺകുട്ടിയാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും, ആരായാലും നമ്മൾ എത്ര ആദരിക്കണം ആ മനുഷ്യനെ. അവിടെ നിന്നാണ് സൂറത്തുർ റൂമിലെ ഒരു വചനം എല്ലാ നിക്കാഹ് ഖുതുബകളിലും നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈണമുള്ളൊരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വിശദീകരിക്കാതെ പോകുന്നത് അതിൻ്റെ പൂർണ്ണതയാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ആയത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുർ റൂമിലെ ആ വചനം ഒരു വലിയ സംസാരത്തിനുള്ള വിഷയമാണ്. വലിയൊരു പ്രഭാഷണത്തിനു മാത്രം വിശദീകരിക്കാൻ ആ വചനങ്ങളിൽ ആശയമുണ്ട്. അള്ളാഹു വലിയ ആശയങ്ങളെ സംഗ്രഹിച്ചു വച്ച ചെറിയൊരു വചനമാണത്. റോമാ രാജ്യക്കാർ എന്ന സൂറത്തിലെ വചനം അള്ളാഹു പറയുന്നത്, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അംഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒരു കവിത പോലെ മനോഹരമാണ് ഈ വചനം. അതിലെ ചില വചനങ്ങൾ പ്രത്യേകമായി ഊന്നി വിശദീകരിക്കേണ്ടതുണ്ട് നമ്മുടെ കാലത്ത്. അള്ളാഹു പറയുന്നത് തുടങ്ങുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇനി പറയണ കാര്യം. അപ്പോൾ ഇനി പറയണ കാര്യം ഒരു ചില്ലറ കാര്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയണത്. എന്താണ് ആ കാര്യം എന്നറിയോ? അൻ ഖലഖ ലക്കും മിൻ അംഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു. എന്താണ് പറഞ്ഞത്? മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഇണയെ തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യനായ ഒരാൾക്ക് മനുഷ്യയായ ഒരു സ്ത്രീയെ ഇണയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രയുമാണ്: അവനെപ്പോലെ ദാഹിക്കുന്ന, അവനെപ്പോലെ വിശക്കുന്ന, അവനെപ്പോലെ കരയുന്ന, അവനെപ്പോലെ സങ്കടപ്പെടുന്ന, അവനെപ്പോലെ മറുത്തൊരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സ് നോവുന്ന ഒരു പാവം പെണ്ണിനെയാണ് ഇണയായി തന്നിരിക്കുന്നത് എന്ന് പുരുഷനോട്. സ്ത്രീയോടാണെങ്കിൽ നിന്നെപ്പോലെ വിശക്കുന്ന, നിന്നെപ്പോലെ ദാഹിക്കുന്ന, നിന്നെപ്പോലെ വിയർക്കുന്ന, നിന്നെപ്പോലെ സങ്കടം വരുന്ന, നിന്നെപ്പോലെ മനസ്സ് നോവുന്ന ഒരു പാവം പുരുഷനെയാണ് നിന്റെ ജീവിതത്തിലേക്ക് തന്നത് എന്നും അർത്ഥമുണ്ട്. ഇത് പുരുഷനോട് മാത്രമുള്ള കൽപ്പനയല്ല, ഇത് രണ്ട് കൂട്ടരോടുമുള്ള കൽപ്പനയാണ്. അതാണ് ലി തസ്കുനു ഇലൈഹ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇലൈഹ എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ്. നിങ്ങൾക്ക് ആ ഇണകളിൽ നിന്ന് സമാധാനം നുകരാൻ പരസ്പരം എന്ന് പറഞ്ഞാൽ പുരുഷനോട് മാത്രമല്ലല്ലോ, സ്ത്രീയോട് കൂടിയാണ്. സ്ത്രീയോടും പുരുഷനോടും കൂടിയുള്ളൊരു വചനമാണ്, ആഹ്വാനമാണ്. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനെ ഇണയായി തന്നിരിക്കുന്നു. നിങ്ങളെപ്പോലെ ദാഹിക്കുകയും നിങ്ങളെപ്പോലെ വിഷമിക്കുകയും നിങ്ങളെപ്പോലെ വിശക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾക്ക് ഇണയായി തന്നിരിക്കുന്നത്. അസ്വാജ് എന്നാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നോ ഭർത്താവ് എന്നോ അർത്ഥമില്ല. നമ്മുടെ ഭാഷയിൽ അതിന് പരിമിതമായ വ്യാഖ്യാനങ്ങളേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കത് പറയല്ലാത്ത നിവൃത്തിയില്ല. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അസ്വാജ് എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളത്. അതൊരു സംസ്കൃത വാക്കാണ്. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നറിയില്ലേ? എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന് 16,008 ഇണകളുണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹം ഭരിച്ച നാട്ടിൽ 16,008 സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ്. ഒരാൾ ഭരിക്കുമ്പോൾ അതിൻ്റെ കീഴിലുള്ള സ്ത്രീകൾക്ക് പറയണ പേരാണ് ഭാര്യ. അതാണോ സൗജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതാണോ അസ്വാജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഭാര്യ എന്ന അർത്ഥം കിട്ടുന്ന അറബി വാക്കുകളുണ്ട്, പക്ഷെ അതല്ല ഖുർആൻ കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഭർത്താവ് എന്ന അർത്ഥം കിട്ടുന്ന അറബി വാക്കുകളുണ്ടല്ലോ, പക്ഷെ അതല്ലല്ലോ ഖുർആൻ ഉപയോഗിച്ചത്. ഖുർആൻ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടി ആ വാക്കിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഇനി അത് വേറെ പറയേണ്ട കാര്യമില്ല. അസുവാജ് എന്ന വാക്കിൻ്റെ ഉള്ളിൽ ഇണയും തുണയും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടിയുണ്ട്. അവർ പരസ്പരം ഇണകളായി തുണകളായി ജീവിക്കുന്നു. ഒരാൾ ഇണയാകുമ്പോൾ മറ്റേയാൾ തുണയാകുന്നു, ഒരാൾ തുണയാകുമ്പോൾ മറ്റേയാൾ ഇണയാകുന്നു. എത്ര മനോഹരമായൊരു വ്യാഖ്യാനമാണത് എന്ന് ആലോചിച്ച് നോക്കൂ.